നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് +2 എക്കണോമിക്സിലെ മൈക്രോയിൽ നിന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാസ് മാർക്കൊക്കെ വിചാരിക്കുന്നവർക്കൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് ഇതേ ഒരു എന്താ പറയുക, ഈ ഒരു പാറ്റേണിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ വൈകിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോം പേജ് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സോ നോക്കിയ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യത്തേക്ക് ജസ്റ്റ് ഒരു വൺ വേർഡൊക്കെ മീൻസ് വൺ വേർഡ്സ് ആയിട്ട് ജസ്റ്റ് അത് ആദ്യത്തെ പോർഷനൊക്കെ ഒന്ന് ചോദിക്കാറുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതിയാവും. പിന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് സമ്പദ്ഘടന അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. 3-4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, അല്ലേ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക, ആർക്ക് വേണ്ടി ഉൽപ്പാദിക്കേണ്ടത്, ആ ഒരു കാര്യമൊക്കെയാണ് അതിനകത്ത് ആൻസറായിട്ട് എഴുതേണ്ടത്. പിന്നെ അതിനുശേഷം പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഉൽപ്പാദന സാധ്യതാ പരിധി എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ PPC എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകും. ഡെഫിനീഷനും ഗ്രാഫും പഠിച്ചു വെച്ചിരുന്നാൽ മതി PPCയുടെ. ഓക്കെ, ദെൻ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അതിനകത്ത് കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ്ഘടന എന്താണ് എന്നുള്ളത് പഠിക്കുക. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ കമ്പോള സമ്പദ്ഘടന എന്താണെന്നുള്ളതും പഠിക്കണം. ഓക്കെ, ഇനി ഇതോടൊപ്പം തന്നെ മിശ്ര സമ്പദ്ഘടന എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടിയുണ്ട്. അത് ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 3 സമ്പദ്ഘടനയെ പറ്റിയിട്ടും പഠിച്ചിട്ട് പോകണം. ഏത് വേണോ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒരു 3-4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ഉദാഹരണങ്ങളും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ഉദാഹരണങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, കാരണം ആ ഒരു എക്സാമ്പിൾസ് കൂടി വെച്ചിട്ട് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റത്തെ ചാപ്റ്ററിന് പറയാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് ഒരു അത്യാവശ്യം വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്, വലിയൊരു പാഠമാണ്. അത്യാവശ്യം കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, സോ ആദ്യമേ നിങ്ങൾ എവിടെ പഠിക്കേണ്ടത് എന്താണ് ഉപയുക്തത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഡെഫിനീഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ മതിയാവും. ഓക്കെ, പിന്നെ പരിമാണ ഉപയുക്തത അപഗ്രഥനം എന്താണ്, അതിനകത്ത് തന്നെ മൊത്തം ഉപയുക്തത എന്താണ്, സീമാന്ത ഉപയുക്തത എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകട്ടോ. ഒന്നങ്ങനെ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യരുത്, ജസ്റ്റ് കാര്യം എന്താണെന്നെങ്കിലും മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് സ്ഥാനീയ ഉപയുക്തത വിശകലനം എന്ന് പറയുന്നത്. അതെല്ലാം ആ ഒരു ഉപയുക്തത എന്ന് പറയുന്നൊരു ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു 2 മാർക്കിന് ഉപയുക്തത എന്താണെന്ന് മാത്രം ചോദിക്കാം. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ചിലപ്പോൾ 1 വേർഡായിട്ടോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ ആ രീതിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് നിസ്സംഗത വക്രമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നിസ്സംഗത വക്രം. അപ്പോൾ നിസ്സംഗത വക്രം വരയ്ക്കാനും അതിൻ്റെ ഡെഫിനീഷനും പിന്നെ ഇതിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോവുക കേട്ടോ. നിസ്സംഗത വക്രം കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഇനി നമുക്ക് അറിയുന്നുള്ള ഒരു കാര്യമാണ് ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ്, അല്ലേ. അപ്പോൾ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു കണക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ കണക്ക് നമുക്ക് ചോദിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ ആ കണക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, എനിവേ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണക്ക് നിങ്ങൾ പഠിക്കുക. 8 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേക്കും അത് വരാറുണ്ട്. ഓക്കെ, സോ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എല്ലാവരും ചെയ്ത് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ചോദ്യം കണ്ടോ, ഉപഭോക്താവിൻ്റെ അനുകൂലതമ തെരഞ്ഞെടുപ്പ്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ്. ഞാൻ എസ്സേക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ എക്കണോമിക്സിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ആ പ്ലേലിസ്റ്റിനകത്തുണ്ട്, അത് പറഞ്ഞുതരാം. ഞാൻ ആ ഒരു എസ്സേയുടെ വീഡിയോയ്ക്ക് അകത്തും പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണിത്, ഉപഭോക്താവിൻ്റെ അനുകൂലതമ തെരഞ്ഞെടുപ്പ്. ഇവിടെ ഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിലും എക്കണോമിക്സിനകത്ത് പ്രത്യേകിച്ച് ഗ്രാഫിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഏത് ടോപ്പിക്ക് പഠിച്ചാലും അതിന് ഗ്രാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഗ്രാഫ് നമ്മൾ വരച്ച് പഠിച്ചിട്ട് പോവുക. ആൻസർ എഴുതുമ്പോൾ ആ ഗ്രാഫ് കൂടി അവിടെ ഡിനോട്ട് ചെയ്ത് കാണിക്കുകയും വേണം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് ചോദനം എന്താണെന്നുള്ളത്, അല്ലേ.
സോ ഈ ഒരു ചോദനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിസ്ഥാപന വസ്തുക്കൾ എന്താണ്, പൂരക വസ്തുക്കൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെന്താണ് സാധാരണ വസ്തു എന്താണ്, താഴ്ന്ന തരം വസ്തുക്കൾ എന്താണ്, ഇങ്ങനെ കുറച്ച് വസ്തുക്കളെ പറ്റി. ഇത് ആക്ച്വലി ഒരു മേജർ ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യമാണ്. എന്താ പറയുക, ഇപ്പം സിമ്പിളായിട്ട് ഈ വസ്തുക്കളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, കാരണം ഇത് പലപ്പോഴും വൺ വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾസ് കൂടി പഠിച്ചിട്ട് പോവുക. സാധാരണ വസ്തുവിനും താഴ്ന്ന തരം വസ്തുവിനും അതുപോലെ തന്നെ പൂരക വസ്തുക്കൾക്കും പ്രതിസ്ഥാപന വസ്തുക്കൾക്കൊക്കെ ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കാരണം എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ വളരെ മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ചോദന വക്രത്തിലെ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ ഈ ഒരു ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ചോദന വക്രത്തിനുണ്ടാകുന്ന മാറ്റം 2 തരത്തിലാണ്. ഓക്കെ, അതിന് എന്താണ് ഒരു ഷിഫ്റ്റും സംഭവിക്കാറുണ്ട്, മൂവ്മെൻറ്റും സംഭവിക്കാറുണ്ട്. മീൻസ് അങ്ങനെ 2 ടൈപ്പ് ഓഫ് മാറ്റമാണ് ചോദന വക്രത്തിന് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എനിക്ക് ആ പേര് ഇതിനകത്തുനിന്ന് ഇതിനിടയിൽ എവിടെയെങ്കിലും കാണും കേട്ടോ. മേജറായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ 2 തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഗ്രാഫൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. ഓക്കെ, അത് ഒരു ഷോർട്ട് എസ്സേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു ചോദന വക്രത്തിലെ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ എന്താ പറയുക ഈസി ആയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ചോദനത്തിൻ്റെ ഇലാസ്തികത എന്ന് പറയുന്നത്. നമുക്കറിയാം 5 തരത്തിലുള്ള ഇലാസ്തികതയാണ് ചോദനത്തിനുള്ളത് അല്ലേ. സോ ആ 5 ടൈപ്പ് ഓഫ് ഇലാസ്തികതയെ പറ്റിയിട്ടും പഠിക്കുക. ആ ഓരോ ഇലാസ്തികതയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഗ്രാഫ് ഉണ്ട്, അതുൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. അറ്റ്ലീസ്റ്റ് ആ ഗ്രാഫെങ്കിലും വരയ്ക്കാൻ പഠിച്ചിട്ട് പോവുക കേട്ടോ. എക്സ്പ്ലനേഷൻ എഴുതാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിലും. കാരണം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഒരു 5 മാർക്കിന് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ എഴുതാൻ അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ആ 5 ഗ്രാഫെങ്കിലും അവിടെ വരച്ച് വെക്കണം. ആ ഇലാസ്തികതയുടെ പേര് കൂടി കൊടുക്കണം. പേര് കൊടുക്കാണ്ട് വെറുതെ ഗ്രാഫ് വരയ്ക്കരുത്. പേര് കൊടുത്ത് കറക്റ്റ് ആ ഗ്രാഫ് കൂടിയെങ്കിലും വരച്ച് വെക്കുക. അവിടെ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇലാസ്തികത എല്ലാവരും പഠിക്കുക. പിന്നെ ഇലാസ്തികത കാണാനായിട്ട് ഒരു കണക്കും ചോദിക്കാറുണ്ട് കേട്ടോ. അതും ഒരു 2-3 മാർക്കിന് ചോദിക്കാറുണ്ട്. ചോദനത്തിൻ്റെ ഇലാസ്തികത കാണാനുള്ള അപ്പോൾ ആ കണക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ ഇവിടെ കാണുന്നുണ്ടാവും, ഇത് ആക്ച്വലി നേർരേഖയിലുള്ള ഒരു ചോദന വക്രത്തിലെ ഇലാസ്തികതയാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. 5 പോയിൻ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ 1, 2, 3, 4, 5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവരും ഈ ഗ്രാഫ് നിങ്ങൾ പഠിക്കുക. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ പ്ലേലിസ്റ്റിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, അതുകൂടി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത്. സോ ഇനി നമുക്ക് അടുത്ത് വരുന്നത് 3ാമത്തെ പാഠമാണ് ഉൽപ്പാദനവും ചെലവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യമേ ഉൽപ്പാദന ധർമ്മം എന്താണെന്ന് ഒരു 1 മാർക്കിന് ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക കേട്ടോ. അതെന്താണ് കാര്യം എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഹ്രസ്വകാലയളവും ദീർഘകാലയളവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞു വച്ചിരിക്കണം. പിന്നെ അടുത്ത് പഠിക്കേണ്ടത് മൊത്ത ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം, സീമാന്ത ഉൽപ്പന്നം. ഇത് മൂന്നും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇത് 3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ TP, AP, MP എന്നൊക്കെ പറയും. ഓക്കെ, സോ ആ കാൽക്കുലേഷൻ നമുക്ക് ഇടയ്ക്ക് ഒരു 3-4 മാർക്കിനൊക്കെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ 1 വേർഡായിട്ടും അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യുക. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് അല്ലേ. ഞാൻ നേരത്തെയും ചെയ്തിട്ടുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന എസ്സേ ടോപ്പിക്കാണ്. ഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുക. 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേക്ക് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എവിടെ TP, AP, MBയുടെ ഒക്കെ ഷേപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞ 1 വേർഡൊക്കെ ചോദിക്കുമെന്ന്. പിന്നെ നിങ്ങളൊരു ഷോർട്ട് എസ്സേക്ക് പഠിക്കേണ്ടതാണ് തോതനുസരിച്ചുള്ള ആദായം. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഷോർട്ട് എസ്സേ ഒരു 5 മാർക്കിനൊക്കെ എഴുതാൻ കണക്കാക്കി ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ടോപ്പിക്ക് ഏതാണ്, ചെലവുകൾ അല്ലേ, കോസ്റ്റാണ്. അപ്പോൾ ഈ ചെലവുകൾ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്, കണക്ക് ചോദിക്കാറുണ്ട്. TC, AC, MC ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ടേബിളൊക്കെ വരച്ചിട്ട് ഈ രീതിക്ക് അല്ലേ. അപ്പോൾ ഈ ഒരു ടേബിൾ വരച്ച് പഠിച്ചിട്ടുള്ള ഈ ഒരു കണക്ക് നിങ്ങളെല്ലാവരും റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഉറപ്പാണ് അത് 8 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയുടെ സെക്ഷനിലും വരാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് വരുന്നത് 4ാമത്തെ പാഠമാണ് പൂർണ്ണകിട മത്സര വിപണിയിലെ ഉൽപ്പാദക സ്ഥാപന സിദ്ധാന്തം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ 8 മാർക്കിൻ്റെ ഒരു എസ്സേ ഉണ്ട്. പൂർണ്ണകിട മത്സര വിപണിയെ പറ്റിയിട്ട് എഴുതാൻ ചോദിക്കും. അപ്പോൾ എന്താണ് പൂർണ്ണകിട മത്സര വിപണി, അതിൻ്റെ സവിശേഷതകൾ എന്താണ്, ആ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ അതിനുശേഷം അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്ത് എഴുതേണ്ട ഒരു ടോപ്പിക്കാണ്
ലാഭം പരമാവധിയാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക്. ഓക്കെ, ഇത് രണ്ടും കൂടി ആക്ച്വലി ചേർത്തിട്ടായിരിക്കും നമുക്ക് എസ് എക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. എസ് എക്ക് അല്ലെങ്കിൽ ഷോർട്ട് എസ് എക്കാലും വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വിപണി എന്താണ്, അതിൻ്റെ സവിശേഷത, പിന്നെ ഈ ലാഭം പരമാവധിയാക്കൽ. ഓക്കെ, അപ്പോൾ ഈ ലാഭം പരമാവധിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള 3 കണ്ടീഷൻസൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓൾസോ അതിൻ്റെ ഗ്രാഫ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതെല്ലാം കൂടി എഴുതുമ്പോഴാണ് 8 മാർക്ക്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആണെങ്കിൽ ഒരു 5-6 മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഇതിനിടയിൽ തന്നെ വേറൊരു ടോപ്പിക്ക് വരുന്നുണ്ട്, വരുമാനം അല്ലെങ്കിൽ റവന്യൂ. ഓക്കെ, സോ ഈ വരുമാനം റിലേറ്റഡ് ആയിട്ട് നമുക്ക് മൊത്തം വരുമാനമുണ്ട്, പിന്നെ ശരാശരി വരുമാനമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സീമാന്ത വരുമാനം, അങ്ങനെ എങ്ങാണ്ടോ പറഞ്ഞിട്ട് 3 ടൈപ്പ് വരുമാനത്തെ പറ്റി ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഇക്വേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഓരോ കർവുകളാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഷേപ്പും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് മലയാളം വേർഡ് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, മൊത്തം വരുമാനം. ഓക്കെ, അതാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് വായിച്ചിട്ട് പോവുക. ഇത് റിലേറ്റഡ് ആയിട്ട് ഇക്വേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കണക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വരുമാനം, ഓക്കെ, TR, MR, AR എന്നൊക്കെയാണ് നമ്മൾ പറയുക ഷോർട്ടായിട്ട്. ഓക്കെ, ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ. ഓക്കെ, ദെൻ ഇനി നമ്മൾ പ്രധാന വക്രത്തെ പറ്റിയിട്ട് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്, ഷോർട്ട് എസ്സേക്ക് വേണ്ടിയിട്ട് പഠിക്കുക. ഓക്കെ, ഈ സാങ്കേതിക പുരോഗതി, നിവേശവില, ഇതൊക്കെ അതിനകത്ത് വരുന്ന ആൻസേഴ്സാണ് കേട്ടോ. അപ്പോൾ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. പിന്നെ പഠിക്കേണ്ട ഒരൊറ്റ ടോപ്പിക് കൂടിയാണ്, അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ മതിയാവും. ഓക്കെ, ദാറ്റ് ഈസ് ഇത് പ്രധാനത്തിൻ്റെ വില ഇലാസ്തികത. ഈ ടോപ്പിക് കൂടി പഠിക്കുക. ഇതിനകത്തും 5 ടൈപ്പ് ഓഫ് ഇലാസ്തികതയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു വയ്ക്കുക, ഷോർട്ട് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്കും ഉണ്ട് കേട്ടോ. നേരത്തെ ചോദനത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇവിടെ പ്രധാനത്തിൻ്റെ വില ഇലാസ്തികത കാണാനും സെയിം ഇക്വേഷൻ വെച്ചിട്ടൊരു കണക്കുണ്ട്, അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഞാൻ ഈ കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് മൈക്രോയ്ക്കകത്തെ കാൽക്കുലേഷൻസൊക്കെ ക്ലാസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അതുകൊണ്ട് തന്നെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുമ്പോൾ ഇത് ഏത് കണക്കാണ് പറയുന്നത് എന്നുള്ള രീതിക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കുക. ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ കണക്കും മീൻസ് വർക്കൗട്ട് ചെയ്തുള്ള രീതിയിൽ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ്, അവസാനത്തെ പാഠം ഈ ഒരു മൈക്രോയിലെ വിപണി സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് ആദ്യം ചെറിയ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. സന്തുലിതാവസ്ഥ എന്താണ്, അമിത ചോദന എന്താ, അമിത പ്രധാനം എന്താണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 1 വേർഡിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 2 മാർക്കായിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഈ കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറേ ഗ്രാഫുകൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ടോപ്പിക് എന്ന് പറയുന്നത് ചോദന പ്രധാനത്തിലെ മാറ്റങ്ങൾ എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഈ ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന സംഭവം എന്താണ്, ചോദന വക്രവും അതുപോലെ തന്നെ പ്രധാന വക്രവും ഒരുമിച്ച് ടച്ച് ചെയ്ത് വരുന്ന പോയിൻ്റാണ് നമ്മൾ ഈ സന്തുലിത അവസ്ഥ. ആ ഒരു ടച്ച് ചെയ്ത് വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദറ്റ് ഈസ് ആ ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഇക്വിലിബ്രിയം ആയിട്ട് നിൽക്കുന്ന, അതായത് ഈ സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ചോദന വക്രത്തിനുണ്ടാവുന്ന മാറ്റത്തെയും അതുപോലെ തന്നെ പ്രധാന വക്രത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തെയും നമ്മൾ ഗ്രാഫായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദനത്തിലുണ്ടാകുന്ന വ്യതിയാനം പ്രത്യേകിച്ച് തന്നെ കുറച്ച് ഗ്രാഫുകളായിട്ട് പഠിക്കാനുണ്ട്. മീൻസ് വലത്തോട്ട് മാറുന്നു, ഇടത്തോട്ട് മാറുന്നു, അങ്ങനെ മാറുന്നു, ഇങ്ങനെ മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് എടുത്തത്. അപ്പോൾ ആ ഗ്രാഫൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ പ്രധാനത്തിലെ മാറ്റം ഇതുപോലെ തന്നെയാണ്, വലത്തോട്ടും ഇടത്തോട്ടൊക്കെയുള്ള മാറ്റം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ പ്രധാന വക്രവും ചോദന വക്രവും എന്താണ്, ഒന്നിച്ചുള്ള മാറ്റം. ഇത് രണ്ടിൻ്റെയും ഒന്നിച്ചുള്ള മാറ്റം ഇതാ ഇവിടെ കണ്ടു കാണുമല്ലോ. ഓക്കെ, സോ ഒന്നിച്ചുള്ള മാറ്റവും അതും ഒരുപാട് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ മാറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഗ്രാഫ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വരച്ച് പഠിച്ചിട്ട് പോവുക. ഇതെല്ലാം കൂടി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. മേ ബി ചിലപ്പോൾ ഒരു ഗ്രാഫൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാം നമ്മളൊന്ന് വരച്ച് ഒരു ബേസിക്കായിട്ടൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് അതിന് മാറ്റം വരുന്നതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടേബിളിലൊക്കെ. ദെൻ ഈ ഗ്രാഫുകളൊക്കെ വരയ്ക്കുക എന്ന് പറയുന്നത് ഈസിയാണ് കേട്ടോ. 1-2 വരച്ച ആ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് തനിയെ വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇതാ നോക്കിക്കേ, ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് പ്രായോഗികത എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. അവിടെ വിലയുടെ പരിധി എന്താണെന്നും അതുപോലെ തന്നെ തറവില എന്താണെന്നും ഈ 2 കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് എല്ലാ കുട്ടികളും പഠിച്ചിട്ട് പോകുക കേട്ടോ. ഇത് രണ്ടും എന്താണ്, നമുക്ക് 8 മാർക്കിന് എസ്സേക്കോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേക്കോ ഒക്കെ വരുന്ന ടോപ്പിക്കാണ്. ഇതിനകത്ത് ഗ്രാഫുകളും ഉണ്ട്,
അപ്പോൾ വിലയുടെ പരിധിയും തറവിലയും 2 ടോപ്പിക്കും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. രണ്ടും കൂടി ചേർത്തോ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമുക്ക് എസ്ഐക്കോ അല്ലെങ്കിൽ ഷോർട്ട് എസ്ഐക്കൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൈക്രോയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇത് ആക്ച്വലി റാൻഡമായിട്ട് PYQസിൽ ചോദിച്ചതിൻ്റെ ബേസിസിൽ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ആക്ച്വലി ഒരു പാസ് മാർക്കൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എസ്എ ചോദ്യങ്ങളും ബാക്കി ഒക്കെ കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എക്കണോമിക്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വേറെ വീഡിയോസൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. എന്താ പറയുക മലയാളം മീഡിയത്തിലുള്ള എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് അതിൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കയറി നോക്കി നോക്കുക. ഓക്കെ. ദെൻ അതിനകത്ത് നമ്മൾ എന്താ പറയുക ഓരോ ചാപ്റ്റർ നിങ്ങളുടെ പബ്ലിക് എക്സാം ടൈമിലൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഉപയോഗപ്പെടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, റിപ്ലൈ തരാം. പിന്നെ മാക്രോയുടെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്ക് പറഞ്ഞു തരണം, ക്ലാസ് ആയിട്ട് എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ. താങ്ക് യു.